ഇവരെന്താ ആരും മിണ്ടാത്ത? നീ മിണ്ടിത്തോ? ആണോ? നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെക്കൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടത്തിൽ മുതിർന്ന ആളെന്ന രീതിയിൽ ഇവർ രണ്ടര കല്യാണത്തിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സമ്മതമാണ്. ചെക്കൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടത്തിൽ വന്നാ നിങ്ങൾ കല്യാണത്തിന് എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? എക്സാക്ട്ലി. നിങ്ങൾക്കിപ്പോൾ കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല, പഠിക്കുന്ന കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. രാധിക, നിന്റെ കരിയറെ പറ്റി ആലോചിക്കണം. ഇപ്പൊ കല്യാണം നടത്തിയാൽ തന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശേഖർ, ഏതായാലും ഇതിന് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെ? ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് സെറ്റിൽ ആവാൻ നോക്ക. ഇവരൊന്ന് സെറ്റായിട്ട് വേണ്ടത് സെറ്റിൽ ആവാൻ വേണ്ടി, എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടി. മിണ്ടായിരിക്കാനല്ലോ പറഞ്ഞ ആരെ നീ നല്ലോ ചേർത്ത് പോവില്ല. ജോലിയും കൂലിയും ഇല്ലാത്ത ഈ അലവലാതിക്ക് ഇവിടെ കെട്ടിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഇത് കേട്ട കല്യാണത്തിനുള്ള തിരക്ക് ഞങ്ങൾക്കാണെന്ന് തോന്നുമല്ലോ. ഞങ്ങൾക്ക് ഇത് നടത്താൻ യാതൊരു താല്പര്യവും ഇല്ല. ഇത് ശരിയാവും തോന്നില്ല. സത്യം പറഞ്ഞാലോ? ഇപ്പൊ വേണ്ട. Don't raise your voice. This is a public place. Who are you to tell me not to raise my voice? മറ്റേ കാര്യം ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ പോവാ. എന്നോട് ഒരു പറഞ്ഞില്ലടാ. ഇനി കല്യാണം കഴിക്കാലോ? എന്താ പ്രശ്നം? അതല്ലേ പറയണത്. അതാരാ കരയുന്നേ? നിന്റെ അമ്മ. കേട്ടാലോ? എന്റെ ചേട്ടൻ തല്ലാൻ വരുന്നു. ഇത്തവണ ഞാൻ തിരിച്ചു കൊടുക്കും. വേണ്ട, ഐ ലവ് യു. നാണം ഇല്ലല്ലോടാ അടി മേടിച്ചിങ്ങനെ പ്രേമിച്ച് നടക്കാൻ. നിനക്ക് നിന്റെ കാര്യം പോലും ശരിക്കും നോക്കാൻ കഴിയില്ല. ആ നീ ഇങ്ങനെ കണ്ണു കാണാത്ത ഇവളെയും കുഞ്ഞിനെ നോക്കുന്നേ. നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട. കഴിഞ്ഞ ആഴ്ച കൂടി പെട്രോൾ വാങ്ങാൻ കാശില്ലാതെ എന്റെ അടുത്ത് വന്നിട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് കാശും വാങ്ങിച്ചു പോയത്. നോക്ക്, നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ, നിന്നെ കൊണ്ട് ഇതിനൊന്നും ആവില്ല. വെറുതെ എന്തിനാ ഇവളുടെ ലൈഫ് ഇവിടെ സ്പോയിൽ ചെയ്യുന്നത്? ഞാനിപ്പോ വെട്ടി പഠിക്കുന്ന പയ്യന് ഞാൻ വളർന്നൊന്നും നിങ്ങളുടെ കണ്ണിന് കാണാൻ പറ്റാത്തോണ്ട്. കണ്ണ് കാണാത്ത ഭാവക്ക് അത് കാണാം. എനിക്ക് അത്രയും മതി. അപ്പൊ ശരി, നടക്കട്ടെ. പോയി 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 പോയി. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ശരിക്കും ഈ കണ്ണു കാണാത്ത പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പോവാണോ ബ്രോ? ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്ത് സംഭവിച്ചാലും എനിക്ക് കണ്ണ് കാണാത്ത പെണ്ണ് മതി ബ്രോ.